മലയാള ജാലകത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. പീക്കോക്ക് മെസ്സേഞ്ചർ ആരുടെ പരിഭാഷയാണെന്ന് ആദ്യത്തെ ചോദ്യം. ഉള്ളൂരാണ് പീക്കോക്ക് മെസ്സേഞ്ചർ എന്ന പേരിൽ കേരളവർമ്മ വലിയ കൊയ്ത്തമ്പലൻ്റെ മയൂര സന്ദേശം എന്ന സന്ദേശകാവ്യം പരിഭാഷപ്പെടുത്തിയത്. സ്വാനുഭവം ഇതിവൃത്തമായ സന്ദേശകാവ്യം എന്നെല്ലാം അറിയപ്പെടുന്നൊരു കൃതിയാണിത്. ഇത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഉള്ളൂരാണ്. അടുത്തത് പിരിച്ചെഴുതുക എന്ന വിഭാഗത്തിലെ ചോദ്യമാണ്. കുമാരനാശാന്റെ പ്രസിദ്ധമായ വരിയാണ് കൊടുത്തിരിക്കുന്നത്. സ്നേഹമാണഖില സാരമൊഴിയിൽ എന്നുള്ളതാണ്. അത് പിരിച്ചെഴുതുമ്പോൾ സ്നേഹം അധികം ആണ് അധികം അഖില അധികം സാരം അധികം ഊഴി അധികം ഇൽ, ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ വ്യത്യസ്ത സന്ധികൾ ഇവിടെ നമ്മൾ പറയുമ്പോൾ അനുസ്വാരത്തിന് ശേഷം സ്വരം വരുന്നുണ്ട്, സമ്പ്രദോകാരത്തിന് ശേഷം സ്വരം വരുന്നുണ്ട്, അനുസ്വാരത്തിന് ശേഷം സ്വരം വരുന്നുണ്ട്, പിന്നീട് പ്രത്യയം വിഭക്തി പ്രത്യയം വരുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്ത സന്ധികളെല്ലാം വരുന്നൊരു വരിയാണിത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പിരിച്ചെഴുതുന്നത് ഈ രീതിയിലാണ്. അടുത്ത വിഗ്രഹാർത്ഥമാണ്. 5 6 എന്നുള്ളതിൻ്റെ വിഗ്രഹാർത്ഥം എങ്ങനെയാണെന്നുള്ളതാണ്. ഓപ്ഷനിൽ 5 തവണ 6, 6 തവണ 5, 5ഉം 6ഉം, 5ഓ 6ഓ. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. 5 6 എന്ന് വിഗ്രഹിക്കുമ്പോൾ 5ഓ 6ഓ എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം വീണ എന്നുള്ളതിൻ്റെ ശരിയായ സമാനാർത്ഥം അല്ലെങ്കിൽ ശരിയായ അർത്ഥം വരുന്ന പദം എന്നുള്ളതാണ്. വല്ലരി. വല്ലരി എന്ന് പറഞ്ഞാൽ വള്ളിയാണ്. പിന്നെ വരുന്നത് വല്ലവി. വല്ലവി എന്ന് പറഞ്ഞാൽ ഇടയ സ്ത്രീ എന്നാണ് അർത്ഥം വരുന്നത്. മൂന്നാമത്തത് ഓപ്ഷൻ സി വല്ലന്തി. വല്ലന്തി എന്ന് പറഞ്ഞാൽ ആപത്ത് ദോഷം എന്നൊക്കെയാണ് വരുന്നത്. അവസാനത്തത് വല്ലകി. വല്ലകിയാണ് ശരിക്ക് വീണ എന്നുള്ളതിന് ശരിയായ അർത്ഥം വരുന്നത്. അപ്പോൾ അവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ട് ഉത്തരം. വലം വയ്ക്കുന്ന എന്നർത്ഥം വരുന്ന പദം എന്നുള്ളതാണ്. പ്രദിക്ഷണം, പ്രദക്ഷിണം, പ്രദിക്ഷണം, പ്രദക്ഷിണം. ഓപ്ഷൻ ഡി ആണ് ഇവിടെയും ഉത്തരം. പ്രദക്ഷിണമാണ് വലം വയ്ക്കുക എന്നുള്ളതിന് അർത്ഥം വരുന്നൊരു പദം. എൻ്റെ നാടുകടത്തൽ എന്ന ആത്മകഥ ആരുടേതാണെന്നുള്ളതാണ്. എൻ്റെ നാടുകടത്തൽ എന്ന ആത്മകഥ ഓപ്ഷനിൽ EMS ഉണ്ട്, VT ഭട്ടതിരിപ്പാടുണ്ട്, കേസരി ബാലകൃഷ്ണപിള്ളയുണ്ട്, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുണ്ട്. ഇതിലേ എൻ്റെ നാടുകടത്തൽ എന്ന ആത്മകഥ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെയാണ്. മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ ആത്മകഥ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം 51 അക്ഷരാളി എന്ന് തുടങ്ങുന്ന 51 അക്ഷരാളി കലിത തനുലത എന്ന് തുടങ്ങുന്ന ആ ശ്ലോകം ഏതിൽ നിന്നുള്ളതാണെന്നാണ്. അത് ഓപ്ഷനിൽ ഉണ്ണുനീൽ സന്ദേശമുണ്ട്, പ്രരോദനമുണ്ട്, മയൂര സന്ദേശമുണ്ട്, ഭാഷാ നൈഷധം ചമ്പുണ്ട്. അതിൽ ഉത്തരം വരുന്നത് ഭാഷാ നൈഷധം ചമ്പുവാണ്. മഴമംഗലത്തിൻ്റെ ചമ്പുവാണിത്. മലയാള ജാലകത്തിൻ്റെ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ക്ലാസ്സിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.